ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു അമിഗ്രുമിയുടെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 3 പ്ലേ ആണും 2 mm ഹുക്ക് സെറ്റും ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ചെറിയ സൈസിലുള്ള ഹാർട്ട് കിട്ടിയത്. അപ്പോൾ ഇതിലും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 പ്ലേ ആണ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോർ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പം ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. യാനോർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും സർക്കിളിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 1 2 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് 8 സ്റ്റിച്ച് കിട്ടുന്നവരെ ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ ഒരു ഹാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 8 ഉള്ളത് നിങ്ങൾ 6 സ്റ്റിച്ചസ് ചെയ്താൽ മതി കേട്ടോ. 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ചെറിയ സൈസിൽ വേണമെങ്കിൽ നമുക്ക് 6 എണ്ണം ചെയ്ത് കൊടുക്കുക. വലിയ സൈസിലാണെങ്കിൽ നമുക്കത് 10 ആക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ സൈസിലും വേണമെങ്കിൽ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നമുക്കതിന് ശേഷം ടൈലൻ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ആ നടുവിലുള്ള സർക്കിളൊക്കെ റിമൂവ് ആയി കിട്ടും. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. അതിൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്തു, ഒരു ചെയിനിൽ 2 എണ്ണം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെയ്തു, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി നമ്മൾ എല്ലാ ചെയിനിലും 2 ആണ് ഈ ഒരു റൗണ്ടിൽ ചെയ്യുന്നത്. ഈ റൗണ്ടിൽ നമ്മൾ താഴെ 8 സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ആ 8 സ്റ്റിച്ചിനെ നമ്മൾ 16 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിൽ 2 സ്റ്റിച്ച് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ എല്ലാ ചെയിനിലും നമ്മൾ 2 എണ്ണം വീതം ചെയ്ത് 8 സ്റ്റിച്ചിനെ നമ്മൾ 12 സ്റ്റിച്ചാക്കിയിട്ട് 16 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 6 സ്റ്റിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12 സ്റ്റിച്ചാണ് കിട്ടുക. 10 സ്റ്റിച്ചാണെങ്കിൽ 20 സ്റ്റിച്ച് കിട്ടും. അതിന് എത്രയാണോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളാണ് നമുക്ക് ഈ റൗണ്ട് കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് നമ്മളിവിടെ 8 സ്റ്റിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 2 എണ്ണം വീതം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 16 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി 1 ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ 8 സ്റ്റിച്ച് എടുത്തതുകൊണ്ട് സെക്കൻഡ് റൗണ്ടിൽ 16 തേർഡ് റൗണ്ടിൽ അത് 8 എണ്ണം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 24 സ്റ്റിച്ചായി കേട്ടോ. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാനോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിച്ചിട്ട് 2 ലൂപ്പ് കിട്ടും. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും അതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 4ാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെറിയ സൈസിലുള്ള ഒരു ഹാർട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം സ്റ്റിച്ചസ് വേണ്ട, കുറച്ച് സ്റ്റിച്ച് മതി. അപ്പോൾ നമ്മൾ ഇവിടെ 24 സ്റ്റിച്ച് വെച്ചിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസിൽ വേണമെങ്കിൽ ഈ ഒരു ഇൻക്രീസിങ് പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ യാണിൻ്റെ സൈസും ഹുക്ക് സൈസും വലുതെടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. കഴിഞ്ഞ റൗണ്ടിലും നമുക്ക് 24 സ്റ്റിച്ച് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റൗണ്ടിലും നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് ഇങ്ങനെ എടുത്ത് പറയുന്നത് ഈ ഒരു സ്റ്റിച്ച് ആഡ് ആവാനോ കുറയാനോ പാടില്ല. ഈ ഒരു 24 എന്ന് പറഞ്ഞാൽ ആ 24 സ്റ്റിച്ചസ് തന്നെ കിട്ടണം. പിന്നെ അതിങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ സ്റ്റിച്ചസ് കൂടി വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മളെ പാറ്റേണേ മാറിപ്പോവും. അതാണ് അമിഗ്രൂമി ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന വലിയൊരു മിസ്റ്റേക്ക്. നമുക്ക് പിന്നെ ആ ഒരു ഷേപ്പേ കിട്ടൂല. നമ്മൾ വിചാരിക്കുന്ന ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന അത്ര നമ്പർ തന്നെ പാടുള്ളൂ. അപ്പോൾ ഈ ഒരു ചെയിനിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 5ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അത് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് 5ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5ാമത്തെ റൗണ്ടിൽ നമ്മൾ ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു 5ാമത്തെ റൗണ്ടിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു എൻഡ് വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 5ാമത്തെ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് ആ ഒരു സ്പേസിൽ വീണ്ടും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും എനിക്ക് 24 സ്റ്റിച്ച് തന്നെയാണ് കിട്ടിയത്. ഇനി അടുത്ത റൗണ്ടിലും നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിലും നമുക്ക് 24 സ്റ്റിച്ച് തന്നെ കിട്ടണം. അപ്പോൾ റൗണ്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുറ്റിലും ചെയ്തിട്ട് 24 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് 7ാമത്തെ റൗണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുക. സ്റ്റിച്ച് മാർക്കർ എടുത്ത അവിടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ചുറ്റിലും ചെയ്യുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് തന്നെ കിട്ടണം. അത് ഇൻക്രീസ് ആവാനോ ഡിക്രീസ് ആവാനോ പാടില്ല കേട്ടോ. ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 7ാമത്തെ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചുറ്റിലും ചെയ്തു. ഇനി നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഭാഗം 2 പോർഷൻസ് ഉണ്ടാക്കണം. ഇതിപ്പോൾ ഒരു പോർഷന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കണം. ഇതേപോലെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തു. മറ്റേത് ഞാൻ കട്ട് ചെയ്യുന്നില്ല. അതിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ഭാഗം ഉണ്ടാക്കിയതിന് ശേഷം 2ാമത്തെ ഭാഗത്തിൽ നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റൗണ്ട് 8. ഇവിടെ നമ്മൾ 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. റൗണ്ട് 8 നമ്മൾ സ്റ്റിച്ച് മാർക്കറിൽ ഒരു സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ 2ാമത്തെ സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ 3ാമത്തത്. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാൻ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വോയിസ് പിന്നെ കൊടുക്കുന്നതായതുകൊണ്ടാണ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുന്നത് മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ 12 എണ്ണം ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് പോർഷൻ എടുക്കുക. ഈ സെക്കൻഡ് പോർഷൻ്റെ നമ്മൾ ഈ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് യാണ് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അവിടെ ആ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. യാണ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം തന്നെ ആ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് യാൺ ഓവർ ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചുറ്റിലും ഈ ഒരു സെക്കൻഡ് പോർഷനിൽ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ചുറ്റിലും ചെയ്യുമ്പം ഇതിൽ നമുക്ക് 24 സ്റ്റിച്ചാണ് ഒരു ഭാഗത്തുള്ളത്. മറ്റേ ഭാഗത്തും 24 സ്റ്റിച്ച്. അങ്ങനെ ടോട്ടൽ നമുക്ക് 48 സ്റ്റിച്ചാണ് ഉണ്ടാവുക.
അപ്പോൾ ഈ ഒരു സെക്കൻഡ് പോർഷനിൽ മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള ഒരു പാറ്റേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനും കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. 24 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്നോ രണ്ടോ സ്റ്റിച്ചൊക്കെ കുറവാണെങ്കിൽ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്തിട്ട് മാത്രം അടുത്ത ഭാഗത്തേക്ക് പോവുക കേട്ടോ. ഓരോ റൗണ്ടിലും നമ്മളതിങ്ങനെ ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പിന്നെ റിമൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ പോകുമ്പോൾ പിന്നെ നമ്മൾ താഴെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റിച്ചസിൻ്റെ ഡിഫറൻസ് ഒക്കെ വരും. അപ്പോൾ പിന്നെ നമ്മൾ മുഴുവനും ഇത് ഊരേണ്ടി വരും. അപ്പം പലപ്പോഴും എനിക്കായാലും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ശ്രദ്ധിക്കാതെ ചിലപ്പം വർത്തമാനത്തിലൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് കൗണ്ട് ചെയ്യാതെ നമ്മളിങ്ങനെ ചെയ്തു പോയി പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴാണ് അതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാവുക. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് വേറെ ചെയ്യാമെന്നല്ലാതെ ഒരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ സങ്കടകരമായ ഒരു കാര്യമാണ് അതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ ഈ റൗണ്ട് മുഴുവനും 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് 24 സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ അടുത്ത ഒരു പാർട്ടുണ്ടല്ലോ, ഈ ഒരു പാർട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത പോർഷനിലേക്ക് ഇത് ജോയിൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12. ഇവിടെ നിന്ന് എനിക്ക് 12 സ്റ്റിച്ച് കിട്ടി. ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിലും 12 സ്റ്റിച്ച്, അങ്ങനെ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ 48 സ്റ്റിച്ചാണ് കിട്ടുക. ഇവിടെ 24 ഇതിൽ 24, അങ്ങനെ 48 സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് അതിൽ നമ്മൾ സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ ആ ഒരു സ്റ്റിച്ചിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് 9ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 9ാമത്തെ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം സ്റ്റിച്ച് മാർക്കറിൽ ഒരു സ്റ്റിച്ച് ചെയ്തു, പിന്നെ അടുത്തത് 2, പിന്നെ 3 എന്നാണ് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ചസാണ് കിട്ടുക. ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് 9 കംപ്ലീറ്റ് ആയപ്പോൾ എനിക്ക് 48 സ്റ്റിച്ചസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് 10ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10ാമത്തെ റൗണ്ടിൽ നമുക്ക് സെയിം സ്പേസിൽ തന്നെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് അവിടെ തന്നെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കറിൽ 1 ചെയ്തു, ബാക്കിയുള്ള 3 എണ്ണത്തിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അങ്ങനെ 4 സിംഗിൾ ക്രോഷ്യ 1 2 3 4 4 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, ഒന്ന് ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 4 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4. ഇത് നമ്മൾ 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4. 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ഇൻവിസിബിൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക.
വീണ്ടും നമുക്ക് 4 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 4 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 40 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 10ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് 40 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 11ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 40 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ ഡിക്രീസിങ് ചെയ്ത് കഴിഞ്ഞ റൗണ്ടിൽ 8 ചെയിനും നമ്മൾ ഡിക്രീസിങ് ചെയ്തതുകൊണ്ട് ഈ റൗണ്ടിലേക്ക് നമുക്ക് 40 സ്റ്റിച്ചാക്കിയിട്ട് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 40 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ 11ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 40 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 12ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. സ്റ്റിച്ച് മാർക്കർ വെച്ചത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2, അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ 3. അപ്പോൾ 3 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തു. 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു ഇൻവിസിബിൾ സിംഗിൾ ക്രോഷേ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ, 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 5ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 32 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് 13ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സെയിം സ്പേസിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ 8 സ്റ്റിച്ച് ഡിക്രീസിങ് ചെയ്തതുകൊണ്ട് ഈ ഒരു റൗണ്ടിൽ നമുക്ക് 32 സ്റ്റിച്ചാണ്, കഴിഞ്ഞ റൗണ്ടിലും 32 സ്റ്റിച്ചാണ് കിട്ടുക. ഈ ഒരു റൗണ്ടിലും നമുക്ക് 32 സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ എനിക്ക് 32 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. വീണ്ടും നമുക്കതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 14ാമത്തെ റൗണ്ടാണ് ചെയ്യുന്നത്. 14ാമത്തെ റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തു, ഇനി അടുത്തതിലും ഒന്ന് ചെയ്തു. ഇനി നമ്മൾ 3ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ, 3ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും 4ാമത്തെ ചെയിനിലെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മളിങ്ങനെ ഡിക്രീസിങ് ചെയ്ത് നമ്മൾ ഈ ഒരു ഭാഗം ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കറിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കൗണ്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ റൗണ്ട് തന്നെ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സിനും കൂടി ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. നമുക്കിതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ ആ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഒരു യാണൊന്ന് വലിച്ചിട്ട് കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് ഫൈബർ ഫിൽസ് ആഡ് ചെയ്യുക. നമുക്ക് അധികം ഫൈബർ ഫില്ലൊന്നും വേണ്ട, അധികം കട്ടിയാവരുത്, അധികം ലൂസും ആവരുത്. ആ ഒരു രീതിക്ക് നമ്മൾ ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം കുത്തി നിറച്ചാൽ നമുക്ക് സ്റ്റിച്ചസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് ആ ഒരു ഭാഗത്തേക്കുള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് സ്റ്റിച്ചസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വലിച്ചു വെച്ച യാണ് നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. ഇനി നമ്മൾ റൗണ്ട് 16 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ്. അപ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആകുമ്പം നമുക്ക് 16 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിക്രീസിങ് ചെയ്ത് നമ്മളത് 16 സ്റ്റിച്ച് ആക്കിയിട്ട് നമ്മളിങ്ങനെ ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുന്നത്. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്ത് ഡിക്രീസിങ് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നത് വരെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്കർ വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് 16 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 17ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു 17ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 16 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അധികം ഫൈബർ ഫിൽസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ സ്റ്റിച്ചസൊക്കെ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ അധികം ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ റൗണ്ടിലും 16, ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 16 സ്റ്റിച്ചാണ് വേണ്ടത്. അങ്ങനെ ഓരോ റൗണ്ടിലും പറയുന്ന സ്റ്റിച്ചസ് ഉണ്ടോയെന്ന് നോക്കുക. കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അത് ആ റൗണ്ടിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ യാണൊന്ന് കുറച്ച് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 16 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ശേഷം ഇനി നമ്മൾ വേണമെങ്കിൽ ഫൈബർ ഫില്ല് ആഡ് ചെയ്യണമെങ്കിൽ ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ടിൽ 18ാമത്തെ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് ഡിക്രീസിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഡിക്രീസിങ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡിക്രീസിങ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്കൊരു
സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ മുഴുവനും നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ഡിക്രീസിങ് ആയി. വീണ്ടും ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ ഒരു 16 സ്റ്റിച്ചിനെ നമ്മൾ 8 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റൗണ്ട് മുഴുവനും ഫ്രണ്ട് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാൻ. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്യുക. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 8 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഹോള് ചെറുതായി വന്നിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 8 സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നമുക്ക് ഇതിനെ ഫൈബർ ഫില്ലൊന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ചെറിയൊരു ഹോളിൽ കൂടെ ഇതൊന്ന് ഫൈബർ ഫിൽസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഒരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിലും ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ഒരു ഹുക്ക് വലിച്ചിട്ട് മുകളിലേക്ക് വലിച്ചിട്ട് യാണിനെ പുറത്തേക്ക് എടുക്കുക. യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു യാണിനെ നമുക്കിങ്ങനെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ തുഞ്ചം വെച്ചിട്ട് വെട്ടരുത് കേട്ടോ. അപ്പോൾ അത് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഈ ഒരു യാണ് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അധികം ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹാർട്ട് ആയിട്ട് യാണ് നമ്മൾ ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ബിഗിനേഴ്സിന് പോലും നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് അറിയിക്കുക.